മണിക്കൂറുകൾ നീണ്ട പരിഭ്രാന്തിയിൽ നിർത്തിയ കൊമ്പൻ ശിവംലക്ഷി അയ്യപ്പൻ എന്ന ആനയിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ട ആളാണ് ചെറുതുരുത്തി സ്വദേശിനി സംഗീത. സ്വന്തം കാറിൽ ആനയ്ക്ക് മുന്നിൽ കുടുങ്ങിപ്പോയ അവർ ഒരു നിമിഷം കൊണ്ട് എല്ലാം അവസാനിച്ചു എന്ന് കരുതിയതാണ്. പക്ഷേ ഭാഗ്യം കൊണ്ട് മാത്രമാണ് ആന തന്നെ ഉപദ്രവിക്കാതിരുന്നതെന്നും ശരിക്കും ഇതൊരു രണ്ടാം ജന്മമാണെന്നുമാണ് സംഗീത പറയുന്നത്. ലെവിൻ കെ വിജയൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. തൃശൂർ നഗരത്തിൽ ആനയിടഞ്ഞുണ്ടായ സംഭവങ്ങൾ നമ്മൾ കണ്ടതാണ്. മണിക്കൂറുകളോളം നഗരത്തെ മുൾമുനയിൽ നിർത്തിയ ആനയുടെ ആക്രമണത്തിൽ നിരവധി നാശനഷ്ടങ്ങൾ സംഭവിച്ചു. സംഭവത്തിൽ ജില്ലാ കളക്ടർ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനൊക്കെ അപ്പുറത്ത് ഈ ആനയുടെ ആക്രമണത്തിൽ നിന്നും തലനാരിഴയ്ക്ക് മാത്രം രക്ഷപ്പെട്ട ഒരു വനിതയുണ്ട്. തൃശൂർ ചെറുതുരുത്തി സ്വദേശിയായിട്ടുള്ള സംഗീത അവർ നമ്മളോടൊപ്പം ചേരുകയാണ്. ആനയുടെ ആക്രമണത്തിനുള്ളിൽ ഒരു കാറിനുള്ളിൽ കുടുങ്ങിപ്പോയി അവിടെ നിന്നും മരണത്തിൽ നിന്നുമൊക്കെ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. എന്താണ് ആ സമയത്തെക്കുറിച്ച് ഓർക്കുന്നത്? ആ സമയത്തെക്കുറിച്ച് ഓർക്കാൻ പോലും ഇഷ്ടപ്പെടാത്തൊരു രംഗമായിരുന്നു. ഓഫീസിലേക്ക് പോണ ടൈമിലായതുകൊണ്ട് നമ്മൾ ആ ഒരു ഹറിബറിയിൽ ഇറങ്ങുകയാണ്. ഓഫീസിലേക്ക് ഇറങ്ങാൻ ആ വഴിയിൽ എത്തിയപ്പോഴാണ് കുറച്ച് പിള്ളേർ വന്ന് പറഞ്ഞു, ചേച്ചി ബാക്കിലേക്ക് എടുത്തോളൂ, റിവേഴ്സ് എടുത്തോളൂ, ആന വരുന്നുണ്ടെന്ന്. അപ്പോൾ റിവേഴ്സ് എടുക്കാനുള്ളൊരു ഓപ്ഷൻ ഇല്ല. ബാക്കിലും വണ്ടി സൈഡിലും വണ്ടി ആയതുകൊണ്ട് റിവേഴ്സ് എടുക്കാനുള്ളൊരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട്, പിന്നിലാണെങ്കിൽ മോളാണ് സ്കൂട്ടറിൽ. അപ്പോൾ പിന്നെ ഇനി ഞാൻ റിവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അവളെ മറക്കണം, ഇല്ലയെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് എടുക്കാനും പറ്റില്ല. അവൾ ഓട്ടോമാറ്റിക്കായി ഇറങ്ങി വന്ന് എന്താണെന്ന് ചോദിക്കുമ്പോഴേക്കും ആന എത്തി. അപ്പോൾ അവളുടെ അടുത്തേക്ക് എത്താതിരിക്കാൻ ഒന്നും കൂടി സൈഡ് ചേർത്തിട്ടു. ആന നേരെ വന്ന് കുത്തി വണ്ടിയിൽ കുത്തിയെടുത്ത് പൊന്തിച്ചു. കുത്തി ഇറക്കി വണ്ടിയുടെ സൈഡിൽ കൂടെ കുത്തി ഇറക്കി പൊന്തിച്ച് തള്ളാൻ നോക്കി. തള്ളിയപ്പോൾ രണ്ട് മതിലിന്റെ ഇടയിലായതുകൊണ്ട് ആനയ്ക്ക് തള്ളാൻ പറ്റുണ്ടായിരുന്നില്ല. 2-3 പ്രാവശ്യം ആക്കി. എന്നിട്ട് ആന വഴി കൂടെ പോയി. ആനയെ നേരിട്ട് കാണുന്നുണ്ടോ? വാഹനം മുന്നോട്ട് എടുക്കുമ്പോ ആന ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്യണം എന്നുള്ളൊരു ഒന്നും ഞാൻ വിചാരിച്ചപ്പോ എന്തായാലും എന്റെ കാര്യം എന്തായി, അവൾക്കൊന്നും പറ്റരുത്. ആ ഒരൊറ്റ തിരില് ഞാൻ വണ്ടി ഇങ്ങനെ ഒന്ന് ക്രോസ് ചെയ്തിട്ടു. അതുകൊണ്ട് ആ ഏരിയയിലേക്ക് ആന വന്നില്ല, ഇപ്പുറത്തെ സൈഡിലേക്ക് പോയി ആന. ഭാഗ്യം കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത്. അത്രേ ഉള്ളൂ, ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടതാണ്. വാഹനത്തിന്റെ കാര്യങ്ങളൊക്കെ എന്തായി? കേസ് സംബന്ധിച്ച് വണ്ടി അവിടെ കൊണ്ടിട്ടുണ്ട്, ഷോറൂമിൽ കൊണ്ടുപോയി. അത് ഫുള്ളി ഡാമേജാണ്. അപ്പോൾ അവര് അതിന്റെ എസ്റ്റിമേറ്റും കാര്യങ്ങളും പറയാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും കുറച്ച് അപകടം നടക്കുന്ന സമയത്ത് മകളും തൊട്ടുപിറകിലുണ്ടായിരുന്നു, സ്കൂട്ടർ ഓടിച്ചു വരികയായിരുന്നു. മകള് ഈ അമ്മയെ ആക്രമിക്കുന്ന ആനയെ കണ്ടിട്ട് എന്താണ് റിയാക്ഷൻ? ഷോക്കായിട്ട് അമ്മ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കിടന്ന് ശബ്ദം ഉണ്ടാക്കുകയാണ്, ഇങ്ങനെ നിൽക്കുകയാണ്. അവൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അവള് സ്ട്രക്കായി നിൽക്കണം. അവള് കണ്ടോണ്ടിരിക്കുകയാണ് വണ്ടി എടുത്ത് പൊക്കണതൊക്കെ. അവളാകെ ഷോക്കായി. ഇത് കഴിഞ്ഞ് റിക്കവറി ചെയ്ത് പുറത്തു വന്നല്ലോ. പുറത്തു പോയപ്പോ അവളാകെ തളർന്നു, കരച്ചിലായി. എനിക്കൊന്നും ചെയ്യാൻ പറ്റുണ്ടായിരുന്നില്ല എന്നുള്ള ആ ഒരു ഇത്. നമുക്കിപ്പോ സ്വാഭാവികമാണ്, നമുക്കൊന്നും പറ്റില്ല, നേരത്തെ ഷോക്കായിരിക്കണത്. അതുകൊണ്ട് എന്താണെങ്കിലും ജീവിതത്തിലേക്ക് തിരിച്ചൊരു രണ്ടാം വരവെന്ന് വേണം പറയാൻ. തീർച്ചയായിട്ടും അങ്ങനെയാണ് സംഗീത പറയുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോഴാണ് അതിന്റെ ഭീകരത വ്യക്തമാകുക. ആനയെ കണ്ട് പകച്ചു നിൽക്കുന്ന സംഗീതയുടെ വാഹനത്തിനടുത്തേക്ക് ആന വരുന്നു, കുത്തി അത് തള്ളിമറിക്കാൻ നോക്കുന്നു. തള്ളിമറിക്കാൻ കഴിയാത്ത വാഹനം 2 മതിലുകൾക്കിടയിൽ ജാമായി പോകുന്നു. അവിടെ വെച്ച് ആന പിന്തിരിഞ്ഞു പോയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇതായിരിക്കില്ല അവസ്ഥ. ഇപ്പോൾ നമ്മളോടൊപ്പം സംഗീത ഇത്തരമൊരു അനുഭവത്തെക്കുറിച്ച് തന്നെയാണ് വിവരിക്കുന്നത്. ഏതായാലും അത്ഭുതകരമായ രക്ഷപ്പെടൽ, ആനയുടെ ആക്രമണത്തിൽ നിന്നും അതോടൊപ്പം തന്നെ ഒരു ദുരന്ത സമയത്തിൽ നിന്നുമൊക്കെ രക്ഷപ്പെടാൻ കഴിഞ്ഞത് ഭാഗ്യമായി തന്നെ അവർ കണക്കാക്കുന്നു. ക്യാമറമാൻ രാഹുൽ സുദേവിനൊപ്പം ലെവിൻ കെ വിജയൻ, ന്യൂസ് മലയാളം, തൃശൂർ.